കുംഭമേള ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സമാധാനപരമായ കൂടിച്ചേരലാണ് കുംഭമേള. സാധാരണ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാറുള്ളത്. ഗംഗയുടെ തീരത്ത് ഹരിദ്വാറിൽ, ത്രിവേണി സംഗമം അതായത് ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ ത്രിവേണി സംഗമത്തിൽ പ്രയാഗ്രാജിൽ, ക്ഷിപ്ര നദിക്കരയിൽ ഉജ്ജയിനിൽ, ഗോദാവരി നദിക്കരയിൽ വെച്ച് നാസിക്കിൽ. ഇത്തവണത്തെ മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിൽ വെച്ചാണ്, അതായത് ത്രിവേണി സംഗമത്തിൽ വെച്ച്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു കുംഭമേളയാണ് ഇത്തവണത്തേത്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ പ്രത്യേക തരത്തിലുള്ള കൂടിച്ചേരലുകൾ നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. അത്തരത്തിലുള്ള ഒരു മഹാകുംഭമേളയാണ് ഇത്തവണ പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്നത്. കുംഭമേളയുടെ ഐതിഹ്യം ഇപ്രകാരമാണ്. പാലാഴി കടഞ്ഞ് അമൃതെടുത്തപ്പോൾ ആ അമൃത കുംഭവുമായി അസുരന്മാർ ദേവന്മാരെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. മോഹിനി രൂപത്തിലെത്തിയ വിഷ്ണു ദേവന്മാരുടെ പക്കലേക്ക് ആ അമൃതകുംഭം തിരികെ എത്തിച്ചു. ഇതിനിടയിൽ ഭൂമിയിൽ 4 സ്ഥലത്ത് അമൃതിൻ്റെ തുള്ളികൾ വീണു എന്നാണ് ഐതിഹ്യം. ആ 4 സ്ഥലങ്ങളിലാണ് മാറി മാറി കുംഭമേള നടക്കാറ്. ഇത്തവണത്തെ മഹാകുംഭമേള 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളയാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്വൈത ആചാര്യനായ ആദിശങ്കരൻ എല്ലാ സാധുക്കളോടും മഹാമുനിമാരോടും മഹർഷിമാരോടും തങ്ങളുടെ തപസ്സിൽ നിന്ന് ഉണർന്ന് ഈ മഹാകുംഭമേളകളിൽ സന്ദർശിച്ച് തങ്ങളുടെ തപശക്തി ലോക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ മഹാകുംഭമേളയിൽ വിശിഷ്ടരായ യോഗികളുടെയും മഹാമുനിമാരുടെയും സാന്നിധ്യം ദൃശ്യമായും അദൃശ്യമായും ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. 13 ജനുവരി മുതൽ 26 ഫെബ്രുവരി വരെയാണ് ഇത്തവണത്തെ മഹാകുംഭമേള നടക്കുന്നത്. 14-ാം തീയതി ജനുവരി 14-ാം തീയതി വരുന്ന മകരസംക്രാന്തി ദിവസം, 29-ാം തീയതി വരുന്ന മൗനി അമാവാസി, ഫെബ്രുവരി 3-ാം തീയതി വരുന്ന വസന്ത പഞ്ചമി എന്നീ ദിവസങ്ങൾ വിശേഷ സ്നാനത്തിന് പേരുകേട്ടവയാണ്. ഇവയെ ഷാഹി സ്നാൻ എന്നറിയപ്പെടുന്നു. മറ്റ് പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങൾ പൗഷപൂർണിമ ജനുവരി 13-ാം തീയതി, അജലസപ്തമി ഫെബ്രുവരി 4-ാം തീയതി, മാഘി ഏകാദശി ഫെബ്രുവരി 10-ാം തീയതി, മാഘി പൗർണമി ഫെബ്രുവരി 12-ാം തീയതി, മഹാശിവരാത്രി ഫെബ്രുവരി 26-ാം തീയതി എന്നിവയാണ്. ഇത്തവണത്തെ കുംഭമേളയ്ക്കെത്തുന്ന മോഹൻജി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വിശാലമായ സൗകര്യങ്ങളാണ് മോഹൻജി വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. 2 പേർ, 3 പേർ, 6 പേർ എന്നിങ്ങനെ താമസിക്കാവുന്ന ടെൻറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം വിശേഷമായ സ്നാന ദിവസങ്ങളിലുള്ള ഒരുമിച്ചുള്ള സ്നാനം, യോഗ, മെഡിറ്റേഷൻ, ഹോമം, സത്സംഗം എന്നിവയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോഹൻജി വില്ലേജിൻ്റെ ദൃശ്യങ്ങളാണ് ഇവ. ഇത് അയച്ചു തന്നത് സംഗീതാണ്. മോഹൻജി ഫാമിലിയിലെ സംഗീതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗീതിന് നന്ദി പറയുന്നതിനോടൊപ്പം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. എല്ലാവർക്കും മഹാകുംഭമേളയിലേക്ക് സ്വാഗതം. ഇത് ദീപ ആവശ്യപ്പെട്ട പ്രകാരം എടുത്തിരിക്കുന്നതാണ്. ഇത് മോഹൻജി വില്ലേജിൻ്റെ ഇതാണ്. ഇപ്പോൾ മോഹൻജി വില്ലേജ് അപ്പുറത്ത് നേരെ കാണുമ്പോൾ ആ ഗംഗയായി. ഇന്ന് പൗഷ് പൗർണമിയാണ്. ദൂരത്തിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് കുളി നടക്കുന്നുണ്ട്. ആ വശത്തായിട്ടാണ് പ്രധാന സംഘം ഏരിയ. ഇന്ന് പുഴക്ക് ബ്ലോക്ക്ഡാണ്. അപ്പോൾ അവിടുന്ന് സംഘം എന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ ഒഴുകി ഇവിടെ വരണേ. രാവിലെ ഇവിടെ കുളിക്കാൻ തൊട്ടടുത്തായി കഴിഞ്ഞു മോഹൻജി ഫൗണ്ടേഷൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത്. ഇന്ന് രാവിലെ ഇവിടെ ഹോമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സായിബാബയുടെ അമ്പലമുണ്ട്. പിന്നെ ഇവിടെ ശിവലിംഗം, അതെ നന്ദി. ഇന്ന് രാവിലെ ഇവിടെ ഗണപതി ഹോമം, അതിൻ്റെ മുമ്പ് വേറെ ഹോമമൊക്കെ ഉണ്ടായി. അതിൻ്റെ വിളക്ക് കെട്ടിട്ടും കൂടിയില്ല. ഇവിടെയാണ് ഉണ്ടായത്. മോഹൻജി ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ്. അങ്ങോട്ട് പോയി നോക്കാം. ഇന്ന് പിന്നെ അത് അവിടെ ധ്വജം ഇവിടെ കാണാനില്ലേ, മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജി ഫൗണ്ടേഷൻ്റെ കൊടി തൂക്കിയിട്ടുണ്ടെന്ന്. ഇന്നാണ് ധ്വജം സ്ഥാപിച്ചത് രാവിലെ. അതിൻ്റെ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അമ്പലം ബാബയുടെ. തണുപ്പുള്ള സമയമാണ്. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരും വരണേ. ജാക്കറ്റ് വേണം, തൊപ്പി കരുതുന്നത് നന്നായിരിക്കും. വെള്ളത്തിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം മുങ്ങുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്.
എന്നാൽ പിന്നെ കുറച്ച് നേരം 2-3 മുങ്ങൽ കഴിഞ്ഞാൽ പിന്നെ തണുപ്പില്ലാനും, അപ്പോൾ അങ്ങനെ അത്ര തോന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു 7-8 ഡിഗ്രി ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ജാക്കറ്റ് എടുത്തോളൂ, സ്വെറ്റർ ജാക്കറ്റ് തലയിൽ ഉള്ളത് കരുതാം. പിന്നെ ടെൻറ്റിൻ്റെ അകത്തൊന്നും അങ്ങനെ ആവശ്യം വരും തോന്നുന്നില്ല, കാരണം അവിടെ പുതപ്പൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കരുതണമെന്നില്ല. തോർത്താനൊക്കെ ഇവിടെ ഒരു നമ്മുടെ പബ്ലിക്കിലല്ല, നമ്മുടെ കോമൺ റെസ്റ്റ് റൂമുകളാണ് ഉള്ളത് കുളിമുറിക്കൊക്കെ. അപ്പോൾ അതിന് മാത്രമേക്കുള്ള വലുത് കൊണ്ടുവരാം. പിന്നെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുകയാണെങ്കിൽ അതിൻ്റെ കാലത്ത് സാധനങ്ങൾ കരുതാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ സഹായകരമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ്. മോഹൻജി അവിടെ എത്തിയിരിക്കുന്നു. അതെ, കൂടെ നടൻ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കണം. ഇതൊക്കെ ഇവിടെ കാണുന്നതൊക്കെയാണ് ടെൻറ്റുകൾ, പല ടെൻറ്റുകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സത്സംഗ് നടക്കുന്ന ഹാള്. ഞാൻ ടെൻറ്റ് കാണിച്ചു തരാം. ഞങ്ങളുടെ ടെൻറ്റിൽ പോവാം. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ അറിയാമല്ലോ. ഞങ്ങൾ മീഡിയക്കാരുടെ കുറച്ച് പേരുടെ ടെൻറ്റാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊക്കെ ഞാൻ കിടക്കണം. ഇവിടെ അങ്ങനെ ഓരോരുത്തരൊക്കെ കിടക്കുന്നുണ്ട്. 6 പേരുടെ ഒരു ടെൻറ്റാണ് നമ്മുടെ. അങ്ങനെ എടുത്തിട്ടില്ല, വാസേട്ടനെ കിട്ടിയില്ല. അപ്പോൾ അവിടെ അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇത് അടക്കട്ടെ കേട്ടോ. അയ്യോ, അപ്പോൾ ഇത്രയുമാണ് മോഹൻജി വില്ലേജിലെ സൗകര്യങ്ങൾ. നിങ്ങൾക്കുണ്ടായ സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോ ക്ലിപ്പ് ദൂരീകരിച്ചു എന്ന് കരുതുന്നു. ഏവർക്കും മഹാകുംഭമേളയിലേക്ക് സ്വാഗതം.